ലച്ചു ഹായ് പറ. ഹായ് ഹായ് എവരിവൺ. ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഒക്കേഷനാണ്. സോ ഞങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. ബട്ട് എന്നാലും ആ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ റുട്ടീനിൽ നിന്നും മാറിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. സോ ജോയിൻ വിത്ത് അസ്. ഞങ്ങൾ കുമരകത്തേക്കാണ് കേട്ടോ പോയത്. കുമരകം നല്ല വിഷ്വൽ ട്രീറ്റിൻ്റെ ഒരു സ്ഥലമാണ്. ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി ചുറ്റുമുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങളിപ്പോൾ റിസോർട്ടിലെത്തി. അബാദ് വിസ്പറിംഗ് പാംസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട്. നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ടാണ്. ലേക്ക് വ്യൂ, ആർട്ടിഫിഷ്യൽ പോണ്ട്, ഗാർഡൻ, കോട്ടേജസ് ഇതെല്ലാം ആയിട്ട് നല്ല ഭംഗിയുള്ള ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഹസ്ബൻഡ് റൂം ചെക്ക് ഇൻ ചെയ്യാൻ പോയിരുന്ന സമയത്ത് ഞാനും കുഞ്ഞാവയും കൂടെ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. ഇതിൽ ചെറിയ രീതിയിലൊരു ഷേക്കിങ് കാണും. കാരണം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അസിസ്റ്റൻ്റ് എൻ്റെ കൈ പിടിച്ച് വിറപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ കോട്ടേജസ് ആണ് കേട്ടോ. ഗാർഡൻ വ്യൂവിൻ്റെ കോട്ടേജ് ആർട്ടിഫിഷ്യലായിട്ട് പോൺസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതൊരു ഫൗണ്ടൻ വ്യൂ ആണ്. അതായത് പോകുന്നതിൻ്റെ 2 വശത്തായിട്ടും ഈ ഒരു വാട്ടർ ബോഡി വിത്ത് ഫൗണ്ടൻ ഉണ്ട്. നേരെ കാണുന്നതാണ് പൂൾ വ്യൂ. പൂൾ വ്യൂവിൻ്റെ അപ്പുറം വശത്തായിട്ട് നല്ല രസമുള്ള കായലുണ്ട്. അപ്പം മൊത്തത്തിൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. നമുക്ക് വെയിറ്റിംഗ് ലോബിയിൽ കുറേ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടിരിക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു പൂൾ വ്യൂ പ്ലസ് ലേക്ക് വ്യൂ ആണ് ആ കാണുന്നത്. ഞങ്ങളുടെ കോട്ടേജ് ലേക്ക് വ്യൂവിലേക്കുള്ളതായിരുന്നു. സോ ഞങ്ങൾ കോട്ടേജിലേക്ക് കയറുവാണ്. ഏത് സ്ഥലത്ത് പോയാലും ഫസ്റ്റ് അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോൾ ആ റൂമിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും. അപ്പോൾ ദേ കുഞ്ഞാവ കട്ടിലിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് പിടിച്ച് കയറിയിരുന്ന് എല്ലാ ഐറ്റത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂമൊക്കെ നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു. നല്ല വ്യൂ ഉള്ള റൂം തന്നെയാണ്. കുഞ്ഞാവ ഓരോരോ പേരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബോട്ടിലുണ്ട്, വാട്ടറുണ്ട്, ടി വി ഉണ്ട്, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ ദേ ഞാൻ പുറത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കുകയാണ്. Happy wedding anniversary. Happy wedding anniversary. More to go. Yes, more to go. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് സ്പെഷ്യൽ ഒക്കേഷൻ എന്ന്. യെസ്, ഞങ്ങളുടെ 8th വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ദേ പുറത്തോട്ട് വന്നു. ചായയുടെ സ്റ്റൈലൊക്കെ കണ്ടു. ഒരു തട്ടുകടയിൽ പോലെയാണ് കേട്ടോ ചായ വെച്ച് തരുന്നത്. നമ്മൾ റൂം നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് ചായയൊക്കെ വാങ്ങിച്ച് ഞാൻ നിങ്ങൾ ദേ ലേക്കിൻ്റെ സൈഡിലേക്ക് വന്നിരുന്ന് ചായ കുടിക്കുകയാണ്. ഇവിടെ നമുക്ക് ബോട്ടിങ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചെക്കിങ് ടൈമിൽ നമ്മളത് സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നമുക്ക് കായൽ ഫുൾ ചുറ്റി കണ്ടിട്ട് തിരിച്ചു വരാം. പക്ഷെ ഞങ്ങളത് ഓപ്റ്റ് ചെയ്തില്ല. കാരണം കുഞ്ഞു ബേബിയായിട്ട് ഞങ്ങൾക്ക് ബോട്ടിങ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കായലിൻ്റെ വക്കത്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഓളം തല്ലുന്ന കായലും കായലിലേക്ക് ഇറങ്ങുന്ന ബോട്ടും ഒക്കെ നോക്കി ആ ഒരു ഈവനിങ് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നല്ല വ്യൂ ഉള്ള വേറെ സ്ഥലങ്ങളും ഉണ്ട്. അപ്പം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഈ ഒരു പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കണ്ടുവച്ചിട്ടുള്ള സ്ഥലമാണ്. 2 ഹൗസ് ബോട്ടിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു വ്യൂ. ഇവിടെ നിന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഞങ്ങൾ റിസോർട്ടിൻ്റെ ചുറ്റും ഒന്ന് നടക്കാനായിട്ട് പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആളെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ചാടി ഓടിയാണ് എല്ലാ സ്ഥലങ്ങളും കുഞ്ഞു ബേബി കാണുന്നത്. അവന് വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൻ ഫ്രീ ആയിട്ട് ഓടി നടന്ന് കാണുമായിരുന്നു എല്ലാ ഏരിയയും. ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ആയുർവേദിക് സ്പാ ഏരിയ ഉണ്ട്. അവിടെ ഒരു ചെടിയുടെ അടുത്തായിട്ട് ഒരുപാട് ബട്ടർഫ്ലൈസിനെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവൻ അങ്ങോട്ട് ഓടി. അതിനുശേഷം ഈ പാർക്കിൽ വന്ന് കുസൃതി കാണിക്കാൻ തുടങ്ങി. ഞങ്ങളും ഒട്ടും മോശമല്ല കേട്ടോ. കിട്ടുന്ന സമയം ഒരു ചെമ്പകപ്പൂ എടുത്ത് വെച്ചിട്ടാണെങ്കിലും ഞാനും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു കോട്ടേജിലേക്ക് പോവുകയാണ്.
ഇവിടെ സന്ധ്യ ആയപ്പോഴാണ് കേട്ടോ ഈ ഒരു ആംബിയൻസിന് കുറച്ചും കൂടെ ഭംഗി വന്നത്. ശരിക്കും ഒരു ക്യാൻവാസിൽ വരച്ചെടുത്ത പിക്ചർ പോലെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടുത്തെ ഓരോ സീൻസും. ഈ ഒരു സെക്ഷനൊക്കെ ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്ന സ്ഥലങ്ങളാണ്. സോ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ ഹോട്ടലിലേക്ക് നീങ്ങി. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണ്. സോ അതിന് മുമ്പായിട്ട് കുറച്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ മ്യൂസിക്കും കേട്ടിട്ട് പതുക്കെ പോകാമെന്ന് കരുതി. അങ്ങനെ ഡിന്നർ ടൈമായി. ഞങ്ങൾ ബഫേ ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. അല്ലാണ്ട് ഓർഡർ കൊടുക്കാം, പക്ഷേ ലേറ്റ് ആകും. സോ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്ന് കഴിക്കുകയാണ്. ഹസ്ബൻഡ് അവിടെ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെജിറ്റേറിയൻ ഫുഡാണ് എടുത്തത്. ഞാൻ എല്ലാം ഒരു സിംഗിൾ പ്ലേറ്റിൽ കുറച്ച് ഇതേ കാണുന്നത് പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡിസേർട്ട് ഐറ്റംസും കഴിച്ചു. ഇതിൽ എനിക്ക് ആ ഒരു പുഡിങ്ങാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അതിന് വലിയ സ്വീറ്റ്നെസ് ഒന്നുമില്ല. ഇതും ഒരുമിച്ചാണ് എടുത്തത്. ഇത് ഒരാൾക്ക് കഴിക്കാനല്ല, ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനാണ്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കേക്ക് എത്തി. ഇത് റൂമിലേക്കാണ് കേട്ടോ സെർവ് ചെയ്തത്. ഇതൊരു വാൻചോ കേക്കാണ്. ആൻഡ് അതിൽ ഹാപ്പി 8th ആനിവേഴ്സറി എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇത് കാണുമ്പോഴാണ് 8 വർഷമായി എന്ന് ചിന്തിക്കുന്നത്. കേക്ക് കിട്ടിയാ? എവിടെ ഇപ്പോൾ കേക്ക് കിട്ടിയാ? അല്ലെങ്കിൽ ഒരാൾ അതിന്റെ മണ്ടയിൽ ഇങ്ങനെ ചാടി 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 പോവും. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ്. ഭയങ്കര ഒരു മിസ്റ്റി മോർണിംഗ് ആയിരുന്നു. സോ നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം റൂമിൻ്റെ അകത്ത് കയറി നല്ല ചൂട് ചായ കുടിക്കുകയാണ്. സോ ഇപ്പോൾ ഏകദേശം ഒരു ടൈം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് 12 മണിക്കാണ് ചെക്ക് ഔട്ട് ടൈം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയേക്കാണ്. എല്ലാം ഒരുമിച്ച് തന്നെയാണ് എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റും ബഫേ ആയിരുന്നു. സോ ഞങ്ങളുടെ കുഞ്ഞു ബേബിക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്നൊരു കുഞ്ഞു കൈ നിങ്ങൾക്ക് ഉഴുന്നുവട എടുക്കുന്നത് കാണാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ നമ്മളൊരു ആയുർവേദിക് സ്പാ സെൻറ്റർ കണ്ടില്ലേ, സോ അങ്ങോട്ട് പോവുകയാണ്. എനിക്കൊരു ഹെഡ് മസാജ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. പോകുന്ന വഴിയിൽ നല്ല രസമുള്ളൊരു സീനാണ്. സോ ദ റിവൈവൽ എന്നായിരുന്നു ആ ഒരു ആയുർവേദിക് സ്പായുടെ പേര്. ആൻഡ് അവിടെ നമുക്കൊരു ആയുർവേദ ഡോക്ടറും അവൈലബിൾ ആണ്. അപ്പം ആ ഡോക്ടറോടും സംസാരിക്കാം. അതിനുശേഷം എനിക്ക് ആ ഒരു തെറാപ്പിസ്റ്റ് ഹെഡ് മസാജ് ചെയ്യാൻ ഞാൻ ഓയിൽ ഏതാണെന്ന് ചോദിച്ചതാണ് കേട്ടോ. നീലിഭൃംഗാദിയാണ് ഓയിൽ. സോ ഇന്നലെ നമ്മുടെ ബേബി ഒരു കൂട്ടം ബട്ടർഫ്ലൈസിനെ കണ്ട് അതിൻ്റെ പിറകെ ഓടിയില്ലേ, ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം എന്താണ് പൂമ്പാറ്റകൾ ഇങ്ങനെ കൂടുതലെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണെന്നത്. അപ്പോൾ എനിക്കിത് എന്ത് ചെടിയാണെന്നൊന്നും അറിയില്ല, പേരറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനാണ് ഇത്രയും അടുത്ത് പൂമ്പാറ്റകളെ കാണുക എന്ന് വെച്ചാൽ. അങ്ങനെ ഹെഡ് മസാജൊക്കെ കഴിഞ്ഞ് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ചെക്കൗട്ട് ചെയ്യാനുള്ള ഒരു തിരക്കിലാണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേയും മെമ്മറിയും ഒക്കെയാണ് ഈ ഒരു ദിവസം. അപ്പോൾ എപ്പോഴും ഇത് ജീവിതത്തിൽ ഉണ്ടാവണം എന്നില്ല, തിരക്കുകളിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. പക്ഷേ ഈ ഒരു 8th ആനിവേഴ്സറി എന്തുകൊണ്ടോ ദൈവഭാഗ്യം കൊണ്ടാകാം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് വി ആർ ഓൾ ഹാപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ please like, comment and subscribe my channel. Thank you for watching.